ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മെഷർമെൻറ്റ് ബ്ലൗസിൽ നിന്ന് എങ്ങനെയാണ് ഒരു നോർമൽ 3 ടെക്ക് ബ്ലൗസ് കട്ട് ചെയ്യുന്നത് എന്നാണ്. ആദ്യം നമുക്ക് നമ്മുടെ തുണിയുടെ ചീത്ത വശത്താണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തുണി തിരിച്ചിട്ടിട്ട് രണ്ടായിട്ട് മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്ലോത്തൊക്കെ നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മെഷർമെൻറ്റ് ബ്ലൗസ് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് എടുക്കണം. ചുളിവുകളൊന്നുമില്ലാതെ നമുക്ക് ബാക്ക് സൈഡ് വിരിച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മെഷർമെൻറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ചെസ്റ്റ് മെഷർമെൻ്റ് ആണ് വേണ്ടത്. അതിനുവേണ്ടി മെഷർമെൻറ്റ് ബ്ലൗസ് തിരിച്ചിട്ട്, അതായത് ബാക്ക് സൈഡാണ് ഞാൻ ഇട്ടേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഈ ആം ഹോളിൻ്റെ ഈ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡ് വരെയുള്ള മെഷർമെൻ്റ് ആണ് എടുക്കേണ്ടത്. അതിനുവേണ്ടി ടേപ്പിൽ ഇഞ്ചിലാണ് നമ്മൾ മെഷർ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടുന്നത് 20 ഇഞ്ചാണ്. നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അത് നമ്മുടെ മെഷർമെൻറ്റ് ബ്ലൗസിൽ എത്രയാണോ ഉള്ളത് അത് തന്നെ കറക്റ്റായിട്ട് എടുക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് ബ്ലൗസിൻ്റെ ലെങ്ത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് എത്രയാണോ ലെങ്ത് വരുന്നത് അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിച്ച് ലെങ്ത് എടുക്കണം. എനിക്കിവിടെ വരുന്നത് 13 ഇഞ്ചാണ് ലെങ്ത് വരുന്നത്. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് 13-13.5 കുറച്ചും കൂടി ലെങ്ത് വേണ്ടവർക്ക് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ തുണി എത്രയാണോ മടക്കിയിടേണ്ടത്, അതായത് നമ്മൾ തുണി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ചെയ്തില്ല. അപ്പോൾ എനിക്ക് 20 വന്നത്. 20ൻ്റെ പകുതി 10 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് 11.5 ഇഞ്ച് എവിടാണോ വരുന്നത് അങ്ങനെ തുണി മടക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം എനിക്ക് 11 ഇഞ്ചേ വരുന്നുള്ളൂ. അപ്പം നമ്മൾ കുറച്ചും കൂടെ തുണി കയറ്റിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ തുണി ഒന്നുകൂടെ കയറ്റിയിട്ട് മാർക്ക് ചെയ്ത് അപ്പം കറക്റ്റ് 11.5 ഇഞ്ച് കിട്ടുന്ന പോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് ടോട്ടൽ ലെങ്ത് എനിക്ക് 13 ഇഞ്ചാണ് കിട്ടിയത്. 13ൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇട്ട് നമുക്ക് 14 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഈ താഴെ വരച്ചേക്കുന്ന ലൈന് തുണി ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി വരച്ചതാണ്. നിങ്ങളും അങ്ങനെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം വരച്ചാൽ മതി. അതിനുശേഷം നമ്മൾ മെഷർമെൻറ്റ് ബ്ലൗസ് വിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലീവ് ജോയിൻ ചെയ്ത ഭാഗത്തു നിന്ന് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്ക് 11 ഇഞ്ചാണ് വരുന്നത്. 11ൻ്റെ പകുതി 5.5 ഇഞ്ച്. 5.5 ഇഞ്ച് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്തെടുത്തു നിന്ന് 5.5 ഇഞ്ച് നമ്മൾ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് ആം ഹോളിൻ്റെ മെഷർമെൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മെഷർമെൻറ്റ് ബ്ലൗസ് നന്നായിട്ടൊന്ന് വിരിച്ചിട്ടതിന് ശേഷം നമ്മുടെ ഷോൾഡറിൻ്റെ അവിടുന്ന്, അതായത് സ്ലീവ് ജോയിൻ ചെയ്ത ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് നിന്ന് നമ്മൾ താഴോട്ട് മാർക്ക് ചെയ്യുകയാണ്. അതിന് മുൻപ് നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1/2 ഇഞ്ച് പോകും. അതുകൊണ്ട് 1/2 ഇഞ്ച് നമ്മൾ കയറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ താഴത്തെ ആ പോയിന്റ് വരുമ്പോൾ നമ്മൾ ടേപ്പ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് കിട്ടും. അപ്പോൾ എനിക്കിവിടെ കിട്ടിയത് 6 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് 6 ഇഞ്ച് നമ്മുടെ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ താഴത്തോട്ട് 6 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ പോയിന്റ് എല്ലാം കൂടെ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഒന്ന് വരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ മെഷർ ചെയ്തെടുത്തില്ലേ നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റ്, അതാണ് നമുക്ക് ഇവിടെ വരച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 20 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി 10 ഇഞ്ച്. 10 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 1/2 ഇഞ്ച് ലൂസ് കൂടിയിട്ട് 10.5 ഇഞ്ചിൽ ആദ്യത്തെ മാർക്കിങ് ചെയ്യുക. അതിനുശേഷം 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടി മാർക്ക് ചെയ്യുക. അങ്ങനെ 2 മാർക്കിംഗ് ആണ് നമുക്കിവിടെ വരുന്നത്. ഒന്ന് 10.5 ഇഞ്ചിലും അതിനുശേഷം 1.5 ഇഞ്ച് തയ്യൽ തുമ്പിലും ചേർത്താണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്.
ആ മാർക്കിങ് നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ആം ഹോളിന് വേണ്ടിയിട്ട് ഒരു 1.25 ഇഞ്ച് നമ്മൾ ടേപ്പ് ഇതുപോലെ ചരിച്ച് വെച്ച് മുകളിലോട്ട് 1.25 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ആം ഹോൾ കർവ് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് ബാക്ക് സൈഡിൻ്റെ ആം ഹോളാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ആം ഹോൾ കർവ് ഇല്ലെങ്കിൽ നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ടും ഷേപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വേസ്റ്റിൻ്റെ അവിടുത്തെ മെഷർമെൻ്റ് ആണ്. നമ്മുടെ അളവ് തന്നേക്കുന്ന ബ്ലൗസുകൾ പല രീതിയിലുള്ളതായിരിക്കും. അപ്പം നമുക്ക് ഇങ്ങനെ വലിച്ചു പിടിച്ചൊക്കെ മെഷർമെൻറ്റ് എടുക്കേണ്ടി വരും. അതൊന്നും കുഴപ്പമില്ല. ഇതുപോലെ നമുക്ക് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കാനായിട്ട് ഞാൻ ഇങ്ങനെയൊന്ന് ചരിച്ച് പിടിക്കുന്നുണ്ട്. അവിടെ വരെ എനിക്ക് മെഷർമെൻറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിവിടെ വന്നേക്കുന്നത് 16.5 ഇഞ്ചാണ്. 16.5 ഇഞ്ചിൻ്റെ പകുതി നമ്മളിവിടെ മാർക്ക് ചെയ്ത് എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് ലൂസും കൂടെ കൊടുത്തിട്ടാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ വേസ്റ്റിന് എത്രയാണോ കിട്ടിയത് അവിടുന്ന് 1/2 ഇഞ്ചും കൂടെ കൊടുത്ത് ആദ്യത്തെ മാർക്കിങ് ചെയ്യുക. അതിനുശേഷം ഒരു ഇഞ്ച് നമുക്ക് വേസ്റ്റിന് 1 ഇഞ്ച് മതി. നമുക്ക് ചെസ്റ്റിനായിരുന്നു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്. വേസ്റ്റ് ഇടുമ്പോൾ നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പും മതി. എന്നിട്ട് ആ 2 പോയിന്റും കൂടെ നമുക്ക് ഒരു സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഇനിയും വേണ്ടത് നമുക്ക് നെക്കിൻ്റെ വിഡ്ത്താണ്. നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കണമെങ്കിൽ നമ്മൾ നെക്ക് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഈ പോയിന്റിൽ നിന്ന് അപ്പുറത്തെ പോയിന്റിലോട്ട് കറക്റ്റായിട്ട് നെക്ക് കറക്റ്റായിട്ട് വെക്കണം. എന്നിട്ട് ശേഷം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിവിടെ കിട്ടിയത് 6 ഇഞ്ചാണ്. 6ൽ നിന്ന് 1 ഇഞ്ച് കുറച്ചതിന് ശേഷം അതിൻ്റെ പകുതി കാണുക. അപ്പോൾ 6ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 5, 5ൻ്റെ പകുതി 2.5. 2.5 ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ നെക്ക് വിട്ട് വന്നത് അതിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്തതിന് ശേഷം അതിൻ്റെ പകുതി കണ്ടിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അടുത്തത് നമുക്ക് വേണ്ടത് നെക്ക് വിഡ്ത്താണ്, ബാക്ക് നെക്കിൻ്റെ വിഡ്ത്ത്. അത് നമുക്ക് നെക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ അവിടുന്ന് താഴത്തോട്ട് നെക്കിന് എത്രയാണോ ഇറക്കം വേണ്ടത് അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ടേപ്പ് ഒന്ന് ചരിച്ച് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എവിടെയാണോ ആ പോയിന്റ് കിട്ടും. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് 7.5 ഇഞ്ചാണ്. 7.5 ഇഞ്ചിൻ ഒരു 1/4 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇട്ടിട്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയതിൻ്റെ കൂടെ 1/4 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ താഴോട്ട് നമുക്ക് ആ 2.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ ഒരു ബോക്സ് പോലെ നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് അവിടെ ഒരു ബോക്സ് പോലെ വരച്ചതിന് ശേഷം നമുക്ക് ആം ഹോൾ കർവ് വെച്ചിട്ട് തന്നെ നെക്കും ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാക്ക് പീസിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതെല്ലാം ഈ ലൈനിൽ കൂടി തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പം ചെറുതായിട്ട് വൈഡ് കൊടുത്തിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചെറിയ വൈഡ് വന്നത് കൊണ്ടാണ് അതങ്ങനെ ആ ഷേപ്പ് വന്നേക്കുന്നത്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ആ ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് പീസാണ്. അതിനുവേണ്ടി ബാലൻസ് തുണി ഇതുപോലെ ഒന്ന് നിവർത്തിയിടാം. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പീസ് വരുമ്പോൾ ബാക്ക് പീസിനെക്കാട്ടിലും ഒരു 1.5 ഇഞ്ച് നമുക്ക് വീതി കൂടുതലായിട്ട് വേണം. അതുകൊണ്ട് നമുക്ക് ആദ്യമേ ബാക്ക് പീസ് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം. അതിനുശേഷം നമുക്കിത് ഇവിടെ കണ്ടോ, എനിക്ക് 1.5 ഇഞ്ച് എക്സ്ട്രാ ഉള്ള തുണി കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ തുണി ഒന്ന് കയറ്റിയിട്ട് ഒന്നും കൂടെ നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 1.5 ഇഞ്ച് വീതി കൂടുതൽ കിട്ടുന്ന പോലെ തുണി മടക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് പീസ് ബാക്ക് പീസിനേക്കാൾ ഒരു 1.5 ഇഞ്ച് നീളം കൂടുതൽ നമുക്ക് വേണം. അങ്ങനെ നമുക്ക് നീളം ഉണ്ടോ എന്ന് മെഷർ ചെയ്തതിന് ശേഷം നമുക്ക് മുകളിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു 1/4 ഇഞ്ച് നമുക്ക് ഹുക്കൊക്കെ വെക്കാനായിട്ട് 1/4 ഇഞ്ച് മുകളിലും 1/4 ഇഞ്ച് താഴെയും മാർക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഈ സ്ട്രെയിറ്റ് ലൈനിലാണ് നമ്മളുടെ ബാക്ക് പീസ് വെച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ മെഷർമെൻറ്റ് ഈ ബാക്ക് പീസ് വെച്ചുകൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ബാക്ക് പീസ് നന്നായിട്ട് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് മെഷർ ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് ബാക്ക് പീസിനേക്കാളും ഒരു ഇഞ്ച് കൂടുതൽ നമുക്ക് ഫ്രണ്ട് പീസിൽ വേണം. അപ്പോൾ ആ 1 ഇഞ്ച് നമ്മൾ സൈഡിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആം ഹോളും നെക്ക് വിഡ്ത്തും എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദേ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കമാണ്. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നിങ്ങളുടെ മെഷർമെൻറ്റ് ബ്ലൗസിൽ എത്രയാണോ അത് നമുക്ക് അതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ നെക്കിൻ്റെ ഇറക്കം വരുന്നത് 6 ഇഞ്ചാണ്. ഞാൻ 6 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 6 ഇഞ്ച് നമുക്കൊരു 6.25 ആക്കിയാൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ 6.25 ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ഷോൾഡർ പിടിക്കുമ്പോൾ നമുക്ക് കുറച്ച് അവിടെ തയ്യൽ തുമ്പ് പോകും, അതുകൊണ്ടാണ്. അതിനുശേഷം നമുക്കൊരു സ്ക്വയർ പോലെ വരച്ചതിന് ശേഷം ആം ഹോൾ കർവ് വെച്ചിട്ട് നമുക്ക് നെക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്കിൽ ഞാൻ വൈഡ് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം നമുക്ക് ഫ്രണ്ടിലത്തെ ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടണം. അതിന് നമുക്ക് ആം ഹോൾ കർവിൻ്റെ സഹായത്തോടെ നമുക്കൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആം ഹോളും ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഫ്രണ്ടിലെ ടക്കിൻ്റെ അളവാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മെഷർമെൻറ്റ് ബ്ലൗസ് ഇതുപോലെ ഒന്ന് നോർത്തിട്ടതിന് ശേഷം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മുടെ മെയിൻ ടക്ക് എന്ന് പറയുന്നത് ഈ ടക്കാണ് മെയിൻ ടക്ക്. അപ്പം മെയിൻ ടക്കിൽ എത്രയാണോ ലെങ്ത്തിലാണോ മെയിൻ ടക്ക് വരുന്നത് അത് ഇതുപോലെ അകത്തൂടെ കൈയിട്ട് ഇതുപോലെ പിടിക്കണം. പിടിച്ചതിന് ശേഷം നമ്മൾ എത്രയാണോ വരുന്നത് അത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തത്. 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മളിപ്പം എടുത്ത ആ മെഷർമെൻറ്റ് എത്രയാണോ വരുന്നത്, അതായത് ഫ്രണ്ട് ടക്കിലോട്ട് എത്ര നീളമാണോ ഉള്ളത് അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത്. എനിക്ക് 9 വരുന്നത്, അപ്പം എനിക്ക് 8.5 വരുന്നത്. അപ്പം നമ്മളൊരു 1/2 ഇഞ്ചും കൂടെ കൂട്ടി 9 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് താഴോട്ട് ഒരു 3.5 ഇഞ്ചിൽ നമ്മളൊരു പോയിന്റ് വരച്ചു കൊടുക്കുക. അതിനുശേഷം അപ്പുറത്തെ സൈഡിൽ നമുക്കൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഈ 3 പോയിന്റും കൂടെ ഒന്ന് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. 4, 3.5, 4 അങ്ങനെ നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് നേരെ താഴോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് മെഷർമെൻറ്റ് ബ്ലൗസ് ചെയ്യുന്ന മെയിൻ ടക്കിൻ്റെ എത്ര വീതിയിലാണോ മെയിൻ ടക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് എന്ന് മെഷർമെൻറ്റ് ബ്ലൗസിൻ്റെ അകത്തെ സൈഡിൽ നിന്ന് നമുക്ക് ആ സ്റ്റിച്ചിങ് വെച്ച് ഒന്ന് മെഷർ ചെയ്ത് കൊടുക്കാം. ഇവിടെ എനിക്ക് 1.5 ഇഞ്ചിലാണ് മെയിൻ ടക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 സൈഡിലേക്കും 1.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ 2 ഭാഗത്തേക്കും ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ടക്ക്. ഇനി നമുക്ക് സൈഡിലത്തെ ടക്ക് ആണ് മെഷർ ചെയ്യാനുള്ളത്. അതിനുവേണ്ടി വീണ്ടും നമുക്ക് മെഷർമെൻറ്റ് ബ്ലൗസ് നിവർത്തിയിട്ടതിന് ശേഷം ഈ ടക്ക് എത്ര ഇഞ്ചിലാണ് ഈ ടക്ക് വരുന്നതെന്ന് നോക്കുക. കഴുത്തിൻ്റെ ഭാഗത്തു നിന്നും ആ ടക്കിലേക്ക് എത്ര ഇഞ്ചാണ് വരുന്നത്. എനിക്കിവിടെ 2 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഒരു 2.5 ഇഞ്ചിൽ നമുക്ക്
മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ആ ടക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് മെഷർമെൻറ്റ് ബ്ലൗസിൽ നിന്ന് തന്നെ ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എനിക്കിവിടെ വരുന്നത് 2.5 ഇഞ്ചിലാണ് മെഷർമെൻറ്റിൽ വരുന്നത്. അപ്പോൾ 2.5 ഇഞ്ചിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ മെഷർ ചെയ്യുന്നതും മാർക്ക് ചെയ്യുന്നതും നമ്മുടെ ഫുൾ ആ 1/2 ഇഞ്ച് നമ്മൾ വിട്ടിട്ടില്ലേ, ആ ലൈനും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ടക്ക് മെഷർ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ ടക്ക് നമുക്ക് ഒരു ഇഞ്ചിൽ 1/2 ഇഞ്ചിലാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പം 1/4 ഇഞ്ച് സൈഡിലോട്ടും 1/4 ഇഞ്ച് മറ്റേ സൈഡിലോട്ടും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ നോക്കിയത് ടക്കുകൾ തമ്മിലുള്ള അകലമാണ് നോക്കുന്നത്. അതിനുശേഷം നമ്മൾ 1/2 ഇഞ്ച് വീതം മാർക്ക് ചെയ്തതിന് ശേഷം അവിടെയും ഇതുപോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആംഹോളിൻ്റെ സൈഡിലോട്ടുള്ള ടക്കാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1.5 ഇഞ്ചാണ് ടക്കിൻ്റെ അകലം വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ മെയിൻ ടക്കിൽ നിന്ന് 1.5 ഇഞ്ച് അകലത്തിൽ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഈ ഒരു ടക്കും നമുക്ക് 1/2 ഇഞ്ചിലാണ് വേണ്ടത്. അതുകൊണ്ട് 1/4 ഇഞ്ച് വീതം രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഫ്രണ്ട് സൈഡ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ബെൽറ്റ് പീസ് എടുക്കാം. ബെൽറ്റ് പീസ് നമുക്ക് ഇത്രയും വീതി ആവശ്യമില്ല, കാരണം നമ്മൾ ഫ്രണ്ട് പീസിൽ 1.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ആ 1 ഇഞ്ച് നമുക്ക് കുറച്ചുകൊണ്ട് നമുക്ക് എത്രയാണോ വേസ്റ്റ് വേണ്ടത്, വേസ്റ്റിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് ബാക്കി നമുക്ക് ആ എക്സ്ട്രാ ഇട്ട ആ 1 ഇഞ്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ അതിനു വേണ്ടി ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസിൻ്റെ ഇവിടെ കുറച്ചും കൂടെ ഫിറ്റിങ് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തു നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പുറത്തെ ഭാഗത്തും 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഭാഗത്തു നിന്ന് ഇതുപോലെ ചരിച്ച് നമ്മുടെ മെയിൻ ടക്കിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് മുട്ടിക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്തുനിന്നും ചരിച്ച് മെയിൻ ടക്കിൻ്റെ ഭാഗത്തേക്ക് മുട്ടിക്കുക. എന്നിട്ട് ആ ഭാഗം മാത്രമേ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്കൊരു ഫിറ്റിങ് കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് ഫിറ്റായിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ വരച്ചേക്കുന്ന ഈ ടക്ക് എല്ലാം നമുക്ക് അപ്പുറത്തെ ഭാഗത്തും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു റോളർ ഉപയോഗിച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മാർക്കിംഗ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മാർക്കിംഗ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചോക്കും കൊണ്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് നമ്മുടെ സ്ലീവാണ്. അതിന് വേണ്ടിയിട്ട് തുണി 4ആയിട്ട് മടക്കിയിടുക. അതിനുശേഷം നമ്മൾ മെഷർമെൻറ്റ് ബ്ലൗസിൽ നിന്ന് സ്ലീവിൻ്റെ ലെങ്ത് എത്രയാണോ അത് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടെ തയ്യൽ തുമ്പും കൂടെ കൂട്ടി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. എനിക്കിവിടെ 6 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത്. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 7 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് വേണ്ട മെഷർമെൻറ്റ് നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റ്, അതായത്
ചെസ്റ്റ് മെഷർമെൻറ്റ് 40 ആണെങ്കിൽ 40 മൈനസ് 3 37. 37നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 9.25 കിട്ടും. നിങ്ങളുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് എത്രയാണോ അതിൽ നിന്ന് 3 മൈനസ് ചെയ്തതിന് ശേഷം 4-1 കണ്ടാൽ മതിയാകും. അപ്പോൾ എനിക്ക് 9.25 വരും. അപ്പോൾ അത്രയും തുണി നമുക്ക് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതിനുശേഷം അവിടെ നിന്ന് താഴത്തേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മെഷർമെൻറ്റ് ബ്ലൗസ് എടുക്കുക. മെഷർമെൻറ്റ് ബ്ലൗസിൻ്റെ കൈയുടെ താഴത്തെ വണ്ണം എത്രയാണെന്ന് നോക്കുക. അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പും കൂടെ ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എനിക്ക് 6 ഇഞ്ചാണ് താഴെ വരുന്നത്. അപ്പോൾ നമ്മൾ 6 ഇഞ്ചും 1 ഇഞ്ച് തയ്യൽ തുമ്പും അങ്ങനെ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, 3 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഒരു കേർവ് ലൈൻ അതൊന്ന് വരച്ചു കൊടുക്കുക. അപ്പം എനിക്ക് അവിടെ കുറച്ച് തുണി കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മാർക്ക് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് തുണി കിട്ടുമെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കട്ട് പീസ് വെച്ച് ജോയിൻ ചെയ്താലും മതിയാവും. അതിനുശേഷം നമുക്ക് ഈ പോയിന്റിൻ്റെ ഈ ലൈനിൻ്റെ സെൻറ്റർ കാണാം. സെൻറ്റർ കണ്ടിട്ട് നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ബാക്കിലത്തെ കൈയായി. ഇനി നമുക്ക് ഫ്രണ്ടിൽ വെട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കുഴിച്ച് വരച്ചു കൊടുക്കണം. ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുത്താൽ നമ്മുടെ ഫ്രണ്ട് ആംഹോളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്രണ്ടിലത്തെ ആംഹോൾ ഒന്ന് നോർത്തിട്ടതിന് ശേഷം ഒന്ന് വെട്ടിക്കൊടുക്കുക. നമ്മുടെ സ്ലീവ് കട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത്, നമുക്ക് ബെൽറ്റ് പീസ് 2 സൈഡിലും കൂടി നമുക്ക് 6 എണ്ണം വേണം. നമുക്ക് ആദ്യമേ 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി 6 പീസും കൂടി നമുക്ക് അതേപോലെ തന്നെ ബെൽറ്റ് പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ ഇതുപോലെ ബാലൻസ് പീസിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ ബെൽറ്റ് പീസ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് ടോട്ടൽ ബെൽറ്റ് പീസ് 6 എണ്ണം വേണം. നമുക്ക് ഈ തുണിയിൽ നിന്ന് തന്നെ ബെൽറ്റ് പീസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും തുണിയിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഫ്രണ്ടിലത്തെ പീസിലും ബാക്കിലത്തെ പീസിലും മാത്രം സെയിം കളർ മതി. നടുക്കത്തെ പീസിൽ നമുക്ക് വേറെ ഏതെങ്കിലും തുണി പീസായാലും കുഴപ്പമില്ല, ലൈനിങ് പീസായാലും കുഴപ്പമില്ല. കാരണം നമുക്ക് കാണുന്നില്ലല്ലോ, നമുക്ക് ഫ്രണ്ടിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ഫ്രണ്ടിലും മാക്സിമം ബാക്കിലും കിട്ടാവുന്ന രീതിയിൽ വെട്ടിയെടുക്കുക. അപ്പം നമുക്ക് ബെൽറ്റ് പീസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെട്ടിയെടുക്കേണ്ടത് കഴുത്തിൽ വെക്കാനായിട്ടുള്ള ക്രോസ് പീസുകളാണ്. അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ തുണി എടുത്തതിന് ശേഷം ക്രോസ് ആയിട്ട് നമുക്ക് ഓരോ ഇഞ്ച് വീതിയിൽ നമുക്ക് ക്രോസ് പീസുകൾ വേണം. ഓരോ ഇഞ്ച് വീതിയിൽ നമുക്ക് ഇതുപോലെ ക്രോസ് പീസുകൾ വരച്ചെടുക്കാം. അതിനുശേഷം ഈ ക്രോസ് പീസുകൾ നമുക്ക് വെട്ടിയെടുക്കാം. അപ്പം നമ്മുടെ കട്ടിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. പാർട്ട് 2 സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.